ഇതെന്താണെന്നറിയോ? നല്ല അടിപൊളി കാബേജ് വട. ഈ കാബേജ് വട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കാബേജ് പറിക്കാൻ പോവും. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറിച്ചെടുക്കും കേട്ടോ. കാബേജ് പറിച്ചെടുത്തിട്ട് പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ കാബേജ് വട നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മക്കൾക്കൊക്കെ ഇത് കൊടുക്കുക. സ്കൂൾ മദ്രസയിൽ പോകുന്ന മക്കൾക്കൊക്കെ രാവിലെ മദ്രസ പോകുന്ന മക്കൾ അതിരാവിലെ പോകേണ്ടവരുണ്ടെങ്കിൽ ഈ കടി ഉണ്ടെങ്കിൽ നല്ല വേഗം ചായ എല്ലാം വേഗം കുടിച്ചിങ്ങ് പൊയ്ക്കോളും. നമുക്കും വലിയവർക്കൊക്കെ നല്ലതാണ് ഇത്. അപ്പോൾ അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയവരാണെങ്കിൽ തന്നെ കമൻറ്റ് പറയണേ, ഞാൻ ഉണ്ടാക്കലുണ്ട്, ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കാബേജ് വട. നമുക്കിന്ന് ഇത് ഉണ്ടാക്കുന്നൊന്ന് വീഡിയോയിലിട്ട് പോവാം. അതിന് വേണ്ടി ഞാൻ നട്ട കാബേജ് തന്നെ വിളവെടുക്കുക. നിങ്ങൾ വിചാരിക്കൂലേ എങ്ങനെയാണ് ഈ വർഷക്കാലത്ത് കാബേജ് കണ്ടോ? കാബേജ് ഇതന്നെ ഉണ്ട് ഒരുപാട് കാബേജ് വടക്ക്. വിളവെടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി എന്താക്കണം അറിയാം ഞങ്ങളോട് പറയാനുള്ളത്? ഇതാ ഈ കുറ്റിയില്ലേ, ഈ കുറ്റി അവിടെ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ അനക്കരുത്. ഈ കുറ്റി അവിടെ വെച്ചാൽ ഈ കുറ്റിമേൽ നിറയെ തൈ വരും. ആ തൈ വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉണ്ടോ? ഇവിടെ വേറെ ഒരു കാബേജിൽ കുറ്റിമൻ തൈ വന്ന് കണ്ടോ? ഇതാ ഒന്ന്, ഇതാ ഇവിടെ രണ്ടോ ഒന്ന് പൊട്ടിപ്പോയാക്കളെ. ഇതാ അതൊക്കെ തൈ വന്നതാ. ഇവിടെ നട്ടു കൊടുക്കട്ടെ. അവിടെ ഞാൻ അവിടെ വേറൊന്നുമില്ല മുളച്ച് വന്നല്ലോ, അല്ല ഒരു തൈ വന്നല്ലോ. അപ്പോൾ അവിടെ പൊട്ടിയിട്ട് വാടിക്കിടക്കുക. അപ്പോൾ ഞാൻ അവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് നട്ടു കൊടുക്കട്ടെ. ഇത് ആളായിട്ട് മാറ്റി നടത് വേറെ നട്ടതാ. ഇതാ ഇനിയിപ്പോൾ അത് ഇതാ അങ്ങനെ നട്ടതാ. അതെല്ലാം കണ്ടോ കാബേജ് അങ്ങനെ നട്ടതാ. ഇനി നമ്മൾ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ അടിപൊളി കാബേജ് വട ഉണ്ടാക്കാം കേട്ടോ. ഇനി ഞാൻ കരുവേപ്പിൻ്റെ ഇല പറിക്കട്ടെ, ഇഞ്ചി പറിക്കട്ടെ, ഒക്കെ നമ്മളെ മുമ്പിലുണ്ട്. ഇത് എൻ്റെ ഇഞ്ചി ഉണ്ട് കണ്ടോ ഉണ്ടായത്. ഇഞ്ചി പല സ്ഥലത്ത് അങ്ങ് നടല. ഞാൻ ഇവിടുന്ന് ഇഞ്ചി പറിച്ചെടുക്കട്ടെ കത്തിയോണ്ട്. ഒരു കഷ്ണം കിട്ടി, ഒരു കഷ്ണം മതി, ഒരു കഷ്ണം മതി. കുനിയും പടങ്ങറ്. കുറച്ച് കരുവേപ്പിൻ്റെ ഇല എടുക്കട്ടെ. താഴെ നിന്ന് പൊട്ടിക്കും തോറും അത് ഉണ്ടാവുക. കരുവേപ്പിലെടുത്ത് ഇഞ്ചി എടുത്ത് കാബേജ് പറിച്ചു. ഇനി ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇനി ഉണ്ടാക്കാൻ ഒരുങ്ങുക കേട്ടോ കാബേജ് വട. കാബേജ് പറിച്ചു കൊണ്ടുവന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി ഇനിയാണ് ഒരുങ്ങുന്നത്. അതിന് വേണ്ടി ഇതാ കാബേജ് കൊണ്ടുവച്ചതുണ്ട്. കറിവേപ്പില, പച്ചമുളക്, സവാള, ഇഞ്ചി, പിന്നെ കടലപ്പൊടി, അതിന് കുറച്ച് അരിപ്പൊടി വേണം ഒരു ക്രിസ്പി ആവാൻ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും വേണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത് ഇതരിയണം, ഇതൊക്കെ മൊത്തം അരിയണം. അരിഞ്ഞ് റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പലരും പലതും ഇടുന്നുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്, മുളക് പൊടിയൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർ അതൊക്കെ ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇടാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക, എനിക്കിതിങ്ങനെയാണ് ടേസ്റ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. നന്നാക്കൽ തുടങ്ങട്ടെ. അങ്ങനെ ഞാൻ എല്ലാം കഴുകി, ഉള്ളി കഴുകി. ഇതാ എൻ്റെ കാബേജ് മഴയത്തായതുകൊണ്ട് ഇങ്ങനെയുള്ള കാബേജ് കുറച്ച് ചെറുതായിട്ടുണ്ട്. എന്നാലെന്താ ഇതിൻ്റെ പകുതി മതി. ഇതരിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അങ്ങനെ അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി, കറിവേപ്പില കഴുകി, പച്ചമുളക് കഴുകി. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്നറിയോ? ഇതിൽ അമർത്തുന്നവരുണ്ട്. എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. ഇതൊക്കെ കാബേജൊക്കെ എടുക്കുക. ഇതിൻ്റെ പകുതി മതി എന്ന് എനിക്ക് തോന്നുന്നത്. എന്താന്ന് പറഞ്ഞാൽ അത് അരിഞ്ഞിട്ടാൽ കുറേ ഉണ്ടാവും. പലതും ചേർക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ നോട്ടെ. ഇതൊക്കെ നമുക്ക് എടുക്കാം. കുറച്ചൊരു പിന്നെ നുറുങ്ങാണ്ട കുറച്ചൊരു വലിപ്പത്തിൽ ഇതാ അങ്ങനെ ഈ ഒരു പാകത്തിനാണ്. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കടയിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാബേജ് വാങ്ങാൻ. ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ടാൽ മതി. ഞാൻ അരമുറി എടുക്കുന്നുള്ളൂ. അരക്കഷ്ണം തേങ്ങ പറയും പോലെ അരമുറിന്ന് അരക്കഷ്ണം എടുക്കുന്നുള്ളൂ. കാരണം അതന്നെ ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ കാബേജാണല്ലോ ഇത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന കാബേജിൻ്റെ മാതിരിയല്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, നിങ്ങൾ നട്ടിട്ടൊന്ന് തിന്ന് നോക്കി.
അങ്ങനെ കാബേജ് അരിഞ്ഞ് കഴിഞ്ഞു. ഇതാ ഈ ഒരു പാകത്തിന് കേട്ടോ അരിഞ്ഞു. പിന്നെ പകുതി എടുത്ത് വെച്ച് ഇത് മതി നമുക്ക് ധാരാളം. പിന്നെ ഇഞ്ചി ചതക്കിയെടുത്ത്, ഇഞ്ചി ചതക്കിയതാ. ഇനി ഉള്ളി ഇതാ നീളത്തിൽ ഇങ്ങനെ ഇത് വടയാണല്ലോ, ഒന്ന് പൊടിഞ്ഞുകൊണ്ട് വെച്ച് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞതാ ഉള്ളി ഇത് ഇടട്ടെ. ഇനി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാനുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ സരോജിനി പറഞ്ഞ് പിന്നെ കാബേജ് ചീഞ്ഞു പോയി ഇന്നില്ലേ, കാബേജ് കിട്ടാനില്ലാന്ന്. ഈ സമയത്ത് കിട്ടാനുണ്ടാവില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ നടുമ്പോൾ വിളവെടുപ്പിന് പൊട്ടിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ സരോജിനിക്ക് അടുത്ത വർഷം അങ്ങനെ ചെയ്യട്ടോ, അതേ പറ്റുള്ളൂ. പിന്നെ റംല പറഞ്ഞ് ചീഞ്ഞു പോയി എന്നുള്ളത്. പിന്നെ എന്നോട് വേറെ ആൾ ചോദിച്ചാൽ എന്താ ഉരുളക്കിഴങ്ങ് നടുമ്പോൾ മഴയത്ത് വെക്കാൻ പറ്റുമെന്നില്ലേ, എൻ്റെ മഴയത്തുള്ളത്. ഇനി കരുവേപ്പില, ഇനി എല്ലാം ഒന്ന് യോജിപ്പിക്കാൻ പോകട്ടെ. എല്ലാം അരിഞ്ഞ് വെച്ചു. ഇതാ താരം നമ്മുടെ കാബേജ് തന്നെയാണ്. കാബേജ് ഞാൻ പറഞ്ഞല്ലോ, കാബേജ് ആളനുസരിച്ച് കുറേ ആളുണ്ടെങ്കിൽ ആ ഫുള്ള് എടുക്കുക കാബേജ്. ഇപ്പം അത്ര ആളില്ലാത്തത് കൊണ്ട് പകുതിയേ എടുത്തുള്ളൂ. പകുതി ഇവിടെ തന്നെ ബാലൻസാണ്. അത് നമുക്ക് നാളെ തോരൻ ഉണ്ടാക്കാം. പിന്നെ ഇതാ ഒരു ഉള്ളി എടുത്ത്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഞാൻ ചതക്കിയതാണ് അത്. പിന്നെ കറിവേപ്പിലയാണ് ഇതിൻ്റെ മണം, രുചിയും മണവും ഒക്കെ ഉണ്ടാക്കുക. എത്ര കറിവേപ്പിലയുടെ അത്രയും നല്ല, കൂടുതലല്ല, ഒരു ഇതാലും കറിവേപ്പില നല്ലോണം ഇടണം. ഇതൊക്കെ പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്നാൽ മതി, വേദനല്ല. ഇനി എല്ലാം ഒന്ന് യോജിപ്പിക്കണം. ഇതിൽ ഇനി മഞ്ഞൾപ്പൊടി ഇടണം. എന്താട്ടോ മഞ്ഞൾപ്പൊടി, ഇട്ട് ഞാൻ കുറച്ച് ഉപ്പിടട്ടെ. ഇനി ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോയാൽ കൊളാവും. ഉപ്പ് പാകത്തിനിടണം. ഒന്നും കൂടി നോക്കിയിട്ടൊക്കെ ഞാനെങ്ങനെയാണെന്നറിയാം, ഇത് തിന്നു നോക്കും ഫസ്റ്റത്ത്. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ആയിമെന്ന് മനസ്സിലാക്കും. പിന്നെ അതിനനുസരിച്ച് വീണ്ടും ചെയ്യും. അങ്ങനെയാണ്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. കുറച്ച് മുളകും പൊടി ഇടുന്നവരുണ്ട്, പക്ഷെ ഞാനത് ഇടുന്നില്ല. അതുപോലെ ചിലർ പറഞ്ഞേക്കാം പിന്നെ വെളുത്തുള്ളി ചതുക്കിയിടുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി. ഇപ്പം ഞാൻ ഇഞ്ചിയും അല്ലാതെ വെളുത്തുള്ളി ഞാൻ ഇട്ടില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടലില്ല. ചിലർക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യുക. എല്ലാം ഒന്ന് യോജിപ്പിക്കട്ടെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അങ്ങനെ തന്നെ അങ്ങ് ചൂടാൻ തുടങ്ങാം. ഇനി കടലപ്പൊടി ഇടുക. കടലപ്പൊടിയാണ് ഇതിനുണ്ടെന്ന്. പിന്നെ കുറച്ചൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പത്തിരിപ്പൊടി, അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഇടാം. ലൂസായി പോയാൽ കുറച്ച് ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ അങ്ങനെ കിട്ടും. നീ ഇത് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ചേർക്കാം കേട്ടോ. ഇത് ചായക്കടിക്ക് സ്നാക്സ് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഞമ്മക്കും ഒക്കെ നല്ല. നമുക്ക് എന്താ തിന്നണ്ടേ, നമ്മൾ ഇതുവരെ കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആഗ്രഹിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി തിന്ന് തന്നെ. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുറച്ച് കടലപ്പൊടിയും കുറച്ചും കൂടെ ഇത് വിടാം. ഇതിലിപ്പോൾ കൂടുതലും ഞാൻ തന്നെ വിളവെടുത്തതാ. കാബേജ്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ പച്ചമുളക്, കറിവേപ്പില യോജിപ്പിച്ചു കേട്ടോ. ഇനി നമുക്ക് ചൂടാൻ തുടങ്ങാം.
പിന്നെ ഞാനിപ്പോൾ അതിൽ കടലപ്പൊടിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹവും കയ്യിൽ കടലപ്പൊടിയും ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ ചൂടാ കേട്ടോ. മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ആഗ്രഹം പോലല്ലേ. എല്ലാം മഴ, ഇപ്പം നമ്മുടെ മഴ പുറത്തെല്ലാം മഴയാണ്. നമുക്ക് മഴയത്ത് നല്ല ചൂടുള്ള കാബേജ് വട നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. വരി. ഇനി കയ്യൊന്ന് കഴുകിയിട്ട് കുറച്ച് കൈ നനച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ കോരിയിട്ട് അതിലിടാവും. എണ്ണയിൽ ആദ്യം കൈയുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊന്ന് ആക്കട്ടെ. ഇതാ ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. ഒന്ന് തുടങ്ങി, വിസ്മിൻ ജെല്ലി ഒന്ന് തുടങ്ങി. അങ്ങനെ സംഭവം ഉള്ളിവട പോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്കുള്ള കുഴപ്പം എന്താ അറിയോ, എൻ്റെ വീക്ക്നെസ് എന്താ അറിയോ, ഞാനെന്താ ചുടുകയാണെങ്കിൽ ഞാൻ തന്നെ കുറേ അങ്ങ് തിന്നു. തുടക്കം ആദ്യം ചുട്ടത് തിന്നുമ്പോൾ അങ്ങനത്തെ ഒരു പാട്ടില്ല, അതുപോലെയാ എൻ്റെ കഥ. നാലെണ്ണട്ടാ. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എന്താ സംഭവം നല്ല അടിപൊളി. ഞാൻ ഉണ്ടാക്കലുണ്ട് ഇത്. ആദ്യം ഇട്ടത് ഇങ്ങോട്ട് വേഗം എടുക്കണോ. എന്തെല്ലാം ഉണ്ടില്ലേ വട. ഇതും വട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുണ്ടാക്കി ഞാൻ പറഞ്ഞ് കേട്ടില്ല, അത് കാണിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കുറേ കാബേജ് നമ്മൾ നടുകയാണല്ലോ, ഇങ്ങനെ കൃഷി ഭ്രാന്തുള്ളവർക്ക് അതൊക്കെ കുറേ കാബേജൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുക. ഇതാ ഈ ലെവലിൽ വരുമ്പോൾ കോരിയെടുക്കുക. ഇതാ ഇതാകുന്നതായിരുന്നു. എന്നത്തിനൊക്കെ നമുക്ക് രണ്ടെണ്ണം അടിയൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെ ഇതും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കുറച്ച് നനക്കല കൈ ഞാൻ, എന്നാലേ മട്ടത്തിന് വീണോളൂ. കയ്യിലേക്ക് എണ്ണ തെറുക്കണമൊക്കെ ശ്രദ്ധിക്കണേ. ഞാനെന്തെല്ലാമൊക്കെ മോഡൽ അങ്ങോട്ട് ഷേപ്പിലുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും കലാകാരികൾ. നമുക്ക് ഇനി എന്ത് കല, നമുക്ക് ടേസ്റ്റാണ് വേണ്ടത്. ഇനി ഇതാവട്ടെ. അതിന് മുമ്പ് എനിക്ക് അതൊന്ന് തിന്നു നോക്കണം. തിന്നിട്ട് എന്തെങ്കിലും ഇടങ്ങറ് വരിക. ഇതാകുമ്പോഴത്തേക്ക് കയ്യകട്ടെ. അങ്ങനെ ഇത് റെഡിയായി കഴിഞ്ഞ് ഇങ്ങോട്ട് പറയാനുള്ള ഇത് റെഡി ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ മൂന്നെണ്ണം തിന്നുപോയി. എന്തോരം ടേസ്റ്റാണെന്നറിയോ. അത് ഭയങ്കര ടേസ്റ്റ്. അതും ഫ്രഷല്ലേ, ഫ്രഷായിട്ട് തിന്നുപോയി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിങ്ങിപ്പം നിങ്ങൾക്ക് തരാൻ കഴിയൂല. നല്ല ടേസ്റ്റ് ചൂടോടെ. ഇതിലങ്ങനത്തെ മരുന്നുകളൊന്നും ഇതിലിപ്പം ഇല്ലല്ലോ. കാബേജിലൊക്കെയാണ് ഭയങ്കര മരുന്ന് എന്നൊക്കെ പറയില്ല ഓരോരുത്തർ. ഇതൊന്നുമില്ല, കരിവേപ്പിൻ്റെ ഇല്ല, ഒക്കെ നമ്മളെ മുറ്റത്തുള്ളതാണ്. ഒന്ന് ചെറുതാക്കിയാൽ വേഗം ഇങ്ങോട്ട് ആയിക്കോളൂ. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഷേപ്പൊക്കെ എന്തിനാ, നമ്മൾ പുതിയാപ്പിളാർക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ, പുതിയാപ്പിള സർക്കാരൊന്നും അല്ലല്ലോ. ഞാൻ അപ്പം ചുടുകയാണെങ്കിലും ഇത് ചുടുകയാണെങ്കിലും എന്ത് എണ്ണക്കടിയാണെങ്കിലും എൻ്റെ വീക്ക്നെസ്സുകൾ ഇതാ. ഇനി ഇതും കൂടി ആവിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ലാസ്റ്റായി ഒരു കഷ്ണം കാബേജ് കൊണ്ട് കണ്ടോ എത്രയാണ് ഉണ്ടാക്കിയത് നോക്ക്. ഓഫാക്കട്ടെ. ഇതാ ഇത്രയും വട നമ്മൾ ഉണ്ടാക്കി. എന്താ സൂപ്പർ. കുറേ ഇതിത്രയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ, കുറച്ചധികം തിന്നുപോയി. ചുട്ടോണ്ട് തിന്ന് അങ്ങനൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇതാ അടിപൊളി കാബേജ് വട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്താ അടിപൊളി കാബേജ് വട ഇവിടെ റെഡിയായത്. ഞാൻ പിന്നെ കുറച്ച് തിന്നൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ.
ഇങ്ങനെ ആക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോ പുതൊക്കെ നെരിഞ്ഞതായിരിക്കും. തിന്ന് നോക്കട്ടെ. നിങ്ങളെ മുന്നിൽ നിന്ന് സോറി കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളി, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാവരും ഇനി കാബേജ് നടണോ, ഇല്ലാത്തവരാണെങ്കിൽ കടയിൽ പോവണോ, എന്തോ ഒരു കാബേജ് കൊണ്ടുവരിക. ഒരു കാബേജ് നമുക്ക് വേണ്ട. ഇത് ഞാൻ ചെറിയൊരു കാബേജിൻ്റെ പകുതിയേ എടുത്തുള്ളൂ. നല്ല പതക്കുന്ന കാപ്പിയും, ഇവിടെ അങ്ങനെ പറയുക, നല്ല പതക്കുന്ന കാപ്പി. മഴ പെയ്യുമ്പോൾ അതിനൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. കാപ്പിപ്പൊടി എൻ്റെ തന്നെയാണ്, അവിടുന്ന് ഞങ്ങൾ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം മുതൽ ഇതിൻ്റെ കടലിൽ പോയിട്ട് വെള്ളം കൊണ്ടുവന്ന് മലയിൽ പോയി വിറക് കൊണ്ടുവന്ന് പറയും പോലെ തന്നെ ഞാൻ തോട്ടത്തിൽ പോയിട്ട് കാബേജ് പറിച്ചുകൊണ്ടുവന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പറിച്ചെടുത്ത് സ്വരൂപിച്ച് ഉണ്ടാക്കി നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ എൻ്റെ കാബേജ് വട വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.